ഹായ് അങ്ങനെ അടുത്തൊരു വ്യാഴം വെള്ളി ദിവസം വന്നിരിക്കുകയാണ്. തിയേറ്ററുകളിൽ സിനിമകൾ റിലീസ് ചെയ്യുന്ന ദിവസമാണ് വ്യാഴം വെള്ളി ദിവസം. ജൂൺ മാസം 5, 6 തീയതികളിലാണ്. അതായത് ഇന്ന് 5 ജൂൺ മാസം 5 തീയതിയാണ് ഇന്ന്. അപ്പോൾ ഇന്നും നാളെയും ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്തതും നാളെ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായിട്ടുള്ള സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 9 സിനിമകളാണ് ഇന്നും നാളെയായിട്ട് തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. അതിൽ 4 മലയാള സിനിമ ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. മദ്രാസ് മാറ്റിനി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സത്യരാജ്, കാളി വെങ്കിട്ട് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ ഒരു സിനിമ ജൂൺ മാസം 6 തീയതി നാളെയാണ് തിയേറ്റർ റിലീസ് ചെയ്ത് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ബോളിവുഡ് മൂവിയാണ് ഹൗസ്ഫുൾ 5 എന്ന് പറഞ്ഞ സിനിമ. ബോളിവുഡിലെ ഏറ്റവും വലിയൊരു സിനിമയാണ്. ഒരുപാട് താരനിരകൾ അണിനിരക്കുന്ന സിനിമയാണ്. അക്ഷയ് കുമാർ, അഭിഷേക് ബച്ചൻ, റിതേഷ് ദേശ്മുഖ്, സഞ്ജയ് ദത്ത്, ജാക്കി ഷ്രോഫ്, ജാക്ലിൻ ഫെർണാണ്ടസ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. വേറെയും ആൾക്കാരുണ്ട്, ക്യാമിയോ റോളിലൊക്കെ വേറെ ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ജൂൺ മാസം 6 തീയതി നാളെ ഈ സിനിമ തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുകയാണ്. അടുത്തത് നമ്മുടെ ലാലേട്ടൻ്റെ റിലീസാണ് തല ചോട്ടാ മുംബൈ നാളെ റിലീസ് ചെയ്യാണ്. ഇപ്പം തന്നെ ഒരുപാട് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നാളെ ചോട്ടാ മുംബൈയുടെ 4K റീമാസ്റ്റേർഡ് പ്രിൻറ്റ് റിലീസ് ആണ് ഉള്ളത്. എത്ര ആൾക്കാർ ഈ സിനിമയ്ക്ക് പോകുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്ത ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം ഷോർട്ട് മൂവിയാണ് ദ ലൈഫ് ഓഫ് മാംഗ്രോവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജൂൺ മാസം 6 തീയതി നാളെയാണ് ഈ സിനിമയും തിയേറ്റർ റിലീസ് ചെയ്ത് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമ തന്നെയാണ് നിശാന്ത് സാഗർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തെളിവ് സഹിതം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയും ജൂൺ മാസം 6 നാളെയാണ് തിയേറ്റർ റിലീസ് ചെയ്ത് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത സണ്ണി വെയിന്, സൈജു കുറുപ്പ്, അപർണ ദാസ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഫാൻറ്റസി കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം നല്ല റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്തത് ധ്യാൻ ശ്രീനിവാസൻ്റെ മൂവിയാണ്. ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് തഗ് CR 143/24 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തഗ് CR 143/24 സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ജൂൺ മാസം 6 തീയതി അതായത് നാളെയാണ് തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. തഗ് ലൈഫ് എന്ന് പറഞ്ഞ മണിരത്നം സംവിധാനം ചെയ്ത് കമലഹാസൻ, STR, തൃഷ, അഭിരാമി, ജോർജ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഗ്യാങ്സ്റ്റർ ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ അപരനാണ് ധ്യാൻ ശ്രീനിവാസൻ്റെ തഗ് CR 143/24 എന്ന് പറഞ്ഞ സിനിമ എന്നുള്ളത് ട്രോളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയുണ്ട്. എന്തായാലും പിന്നെ ഗ്യാങ്സ്റ്റർ ആക്ഷൻ ഡ്രാമ മൂവി മണിരത്നം സംവിധാനം ചെയ്ത സിനിമ തഗ് ലൈഫ് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുകയാണ്. തമിഴ്, ഹിന്ദി, തെലുങ്ക്, മലയാളം ഭാഷകളിലായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. കട്ട നെഗറ്റീവ് റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സിനിമ ഞാൻ കണ്ടു, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊന്നും ഞാൻ മറ്റേ ചാനലിൽ ചെയ്തിട്ടില്ല. എന്തായാലും നാളെ രാവിലത്തോടു കൂടി ഈ സിനിമയുടെ തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. എൻ്റെ ചാനൽ സബ് മീഡിയ മലയാളത്തിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് ഒരു പ്രധാനപ്പെട്ട റിലീസാണ്. ആസിഫ് അലി പ്രധാന വേഷം കൈകാര്യം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയും നാളെ ജൂൺ മാസം 6 തീയതി തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ എന്തായാലും കാണണമെന്ന് വിചാരിക്കുന്ന ഒരു സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഓക്കെ, കണ്ടിട്ട് റിവ്യൂ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്നും നാളെയായിട്ട് തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഇന്ന് റിലീസ് ചെയ്തതും നാളെ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ള സിനിമകളായിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ വെയിറ്റിംഗ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.